നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താര ജോഡികളാണ് ദിലീപും കാവ്യ മാധവനും. ഇരുവരും ഒരുമിച്ചെത്തിയ ചിത്രങ്ങളും ബിഗ് സ്ക്രീനിലെ കെമിസ്ട്രിയും ഒക്കെ മലയാളി പ്രേക്ഷകർ ആഘോഷിക്കാറുണ്ട്. ഒരു കാലത്ത് ക്യാമറ കണ്ണുകളിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന താരം ഇപ്പോൾ ആ പതിവ് പാടെ മാറ്റിയിരിക്കുകയാണ്. അഭിനയ രംഗത്തിപ്പോൾ സജീവമല്ലെങ്കിലും ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി എത്താറുണ്ട് കാവ്യ. 2016 നവംബർ 25-നായിരുന്നു ദിലീപ് കാവ്യ വിവാഹം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നായികമാരുടെ പട്ടിക എടുത്താൽ അതിന്റെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന വ്യക്തിയായിരിക്കും കാവ്യ മാധവൻ. കാവ്യ മാധവനും ദിലീപും വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും നേരിട്ട് വരികയായിരുന്നു. കാവ്യയും ദിലീപും പ്രണയത്തിലാണ് എന്ന ഗോസിപ്പ് മാത്രമല്ല, ദിലീപും മഞ്ജു വാര്യരും വേർപിരിയാനുള്ള കാരണക്കാരിയും കാവ്യ മാധവനാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴാണ് അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരികയും ഇരുവരും ശരിക്കും ജീവിതം ആസ്വദിച്ചു തുടങ്ങുകയും ചെയ്തത്. അടുത്തിടെയാണ് ദിലീപ് ഫാമിലിയിൽ നിന്നുള്ള ഇളയ അംഗമായ മഹാലക്ഷ്മിയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മാമാട്ടി എന്നാണ് മഹാലക്ഷ്മിയെ ദിലീപും കാവ്യയും ഒക്കെ വിളിക്കുന്നത്. ചേച്ചിയായ മീനാക്ഷിയേക്കാൾ പ്രായത്തിൽ വളരെ ചെറുതായതിനാൽ തന്നെ മാമാട്ടിയുടെ കുറുമ്പ് കാണാൻ ആരാധകർക്കെന്നും ആകാംക്ഷയാണ്. അതിനിടെയാണ് ഈ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മീനാക്ഷിയെ പോലെ അത്ര പരിചിതയല്ല എങ്കിലും മഹാലക്ഷ്മിയെയും എല്ലാവർക്കും അറിയാം. കാവ്യയിൽ ദിലീപിന് പിറന്ന മകളാണ് മഹാലക്ഷ്മി. മഹാശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ മീനാക്ഷിയാണ് തന്റെ കുഞ്ഞനുജത്തിക്ക് ഈ പേരിട്ടത്. 8 വയസ്സുകാരിയായ മഹാലക്ഷ്മിയുടെ കുസൃതികളും കുറുമ്പുകളുമൊക്കെ ദിലീപ് ആസ്വദിക്കാറുണ്ട്. പലപ്പോഴും മകളുടെ കുറുമ്പിനെ കുറിച്ച് ദിലീപ് തുറന്ന് സംസാരിച്ചിരുന്നു. കാവ്യയുടെ നാത്തൂൻ റിയ മിഥുനാണ് ഇപ്പോൾ മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ചേച്ചിമാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കുസൃതികൾ കാണിച്ചും നടക്കുന്ന മാമാട്ടിയുടെ ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു. മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആരാധകർ ഇപ്പോൾ ദിലീപിന്റെ വാക്കുകൾ ഓർത്തെടുക്കുന്നത്. എപ്പോഴും തന്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാറുള്ള ആളാണ് ജനപ്രിയ നായകനായ ദിലീപ്. അതിൽ മക്കളായ മീനാക്ഷിയെയും മാമാട്ടിയെയും ഒരിക്കലും അദ്ദേഹം ഒഴിവാക്കാറില്ല. അത്തരത്തിൽ മാമാട്ടിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇളയ മകളെ കുറിച്ച് താരം പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ്. മീനാക്ഷിയുടെ പല സാമ്യതകളും മഹാലക്ഷ്മിക്കുണ്ട്. എന്നാൽ വികൃതിയുടെ കാര്യത്തിൽ മീനാക്ഷിയേക്കാൾ അപ്പുറമാണ് മാമാട്ടി. മീനാക്ഷി ഇപ്പോൾ പഠിച്ച് ഡോക്ടറായി. ഇന്ന് വരെ എനിക്ക് അവളെ തല്ലേണ്ടി വന്നിട്ടില്ല. പക്ഷേ മഹാലക്ഷ്മിക്ക് ഒരു തല്ലു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നായിരുന്നു ദിലീപ് അന്നൊരിക്കൽ പറഞ്ഞത്. മഹാലക്ഷ്മി ഒരു തിരുത്തൽവാദിയാണ്. താനോ കാവ്യയോ ഇംഗ്ലീഷിൽ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞാലൊക്കെ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിക്ക് കാവ്യയുടെ സ്വഭാവമാണ്. കാവ്യ എവിടെ പോയാലും അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് അവരുമായി പെട്ടെന്ന് കമ്പനിയാവും. അതുപോലെ തന്നെയാണ് മാമാട്ടിയെന്നും ദിലീപ് അന്ന് പറഞ്ഞിരുന്നു. ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ. ദിലീപ് അന്ന് പറഞ്ഞത് ശരിയാണെന്നും മാമാട്ടിയെ തല്ലേണ്ടി വരുന്നത് കാവ്യയെ പോലെ കുസൃതിക്കാരി ആയതുകൊണ്ടാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മീനാക്ഷി അമ്മയായ മഞ്ജു വാര്യരെ പോലെ ആയിരിക്കുമെന്നാണ് ആരാധകരുടെ പക്ഷം. എന്തൊക്കെയായാലും രണ്ട് മക്കളെയും ഒരുപോലെ കാണുന്ന ദിലീപിനെയും കാവ്യയും ആരാധകർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കാവ്യ മാധവനും ദിലീപിനും വിവാദങ്ങൾ ഒഴിഞ്ഞ കാലം ഉണ്ടായിട്ടില്ല. നിശാൽ ചന്ദ്രയുമായുള്ള വിവാഹത്തിന് മുൻപേ തന്നെ കാവ്യയും ദിലീപും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. വിവാഹത്തോടെ അത് അവസാനിക്കുമെന്ന് കരുതി. എന്നാൽ കാവ്യ മാധവന്റെ ആ ബന്ധം തകർന്നതോടെ വീണ്ടും ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചു. കാവ്യയും ദിലീപും പ്രണയത്തിലാണ് എന്ന ഗോസിപ്പ് മാത്രമല്ല, ദിലീപും മഞ്ജു വാര്യരും വേർപിരിയാനുള്ള കാരണക്കാരിയും കാവ്യ മാധവനാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അല്ല എന്ന് കാവ്യയും ദിലീപും തുടക്കത്തിൽ പലതവണ പറഞ്ഞിരുന്നു. അവസാനം ഞാൻ കാരണം ഒരുപാട് പേര് ദോഷങ്ങൾ കേൾക്കേണ്ടി വന്ന ആളെ തന്നെ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യ മാധവനും ദിലീപും വിവാഹിതരായത്. അപ്പോഴും ഗോസിപ്പുകൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഗോസിപ്പുകളെ അവഗണിച്ച് ജീവിക്കാമെന്ന് കരുതിയപ്പോഴേക്കും നടി ആക്രമിച്ച കേസ് വന്നു. പിന്നെ പോലീസായി, കേസായി, വിവാദങ്ങളായി, കുറ്റപ്പെടുത്തലുകളായി, തള്ളിപ്പറയലായി, പുറത്താക്കലായി. കുറ്റവാളിയായി അങ്ങനെ 8 വർഷത്തോളം ആ കഥ നീണ്ടുനിന്നു. എന്നാൽ ഇപ്പോൾ നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി വിമർശിക്കുന്നവർ ഒരു പക്ഷത്ത് ഉണ്ടെങ്കിലും ദിലീപ് തനിക്ക് ചുറ്റുമുള്ള ജീവിതം ജീവിച്ചു തീർക്കുന്ന തിരക്കിലാണ്. കൂടെ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയുമുണ്ട്. കാവ്യയും ദിലീപും മകളും കാവ്യയുടെ കുടുംബത്തിനൊപ്പം ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ അവധി ആഘോഷിക്കുന്ന വീഡിയോകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ കുടുംബം മുഴുവനും ഉണ്ടായിരുന്നു. അതേസമയം ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെ കുറിച്ചുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ മുഴുവനും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായ ശേഷമാണ് ഈ സാഹചര്യം ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട്.
മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തുന്നവർ എടുത്തു പറയുന്ന കാര്യം മകൾ മീനാക്ഷി അമ്മയ്ക്കൊപ്പം പോകാതെ അച്ഛനൊപ്പം നിന്നതാണ്. മാതാപിതാക്കൾ വേർപിരിയുന്ന ഘട്ടത്തിൽ അച്ഛനൊപ്പം തുടരുക എന്നത് മീനാക്ഷിയുടെ തീരുമാനമായിരുന്നു. ഈ തീരുമാനം മഞ്ജു അംഗീകരിക്കുകയും ചെയ്തു. മഞ്ജുവെടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ സജി വൈക്കം പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു. വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയാണെന്ന് അദ്ദേഹം പറയുന്നു. സ്ത്രീകൾക്ക് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരാൾ വിവാഹ ജീവിതം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ തന്റേതല്ലാത്ത ഒന്നും എടുക്കാതെ അരക്ഷിതത്വത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ചിറങ്ങിയ അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ശേഷം അവരുടെ ഒരു ഫോൺ കോളിന്റെ ഇങ്ങേ തലയ്ക്കലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയാണ്. അതിന്റെ ചുരുക്കം ഇതാണ്: ഞാൻ പോന്നു, ഇനിയും തുടരാനാകില്ല എന്നതുകൊണ്ട് എന്റേതായ ചിലത് അവിടെ മറന്നുവെച്ചു. അയാളുടേതായ ഒന്നും എടുത്തിട്ടില്ല. ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമാണെങ്കിലും മകളെ അവിടെ ഉപേക്ഷിച്ചു. കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരാൻ ഞാൻ എങ്ങനെ പറയും? പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും. അതിനുമപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല. തന്റെ പക്ഷം ന്യായീകരിക്കാൻ മകൾക്കായി കേസ് കൊടുത്തേക്കാം. അതിനായി എത്ര പണവും ചെലവഴിക്കാം. അവളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാം. അതിനുള്ള സർവ്വസന്നാഹങ്ങളും അയാൾക്കുണ്ട്. കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതികൾ കയറിയിറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമയ്ക്കാൻ ഇടയുള്ള വക്കീൽ കഥകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്നു നിൽക്കാനുമുള്ള സാഹചര്യം എന്റെ മകൾക്കുണ്ടാകരുത്. കുറച്ച് സമയത്തേക്കെങ്കിൽ പോലും ഒരു തട്ടിക്കൊണ്ടുപോകൽ അവളുടെ ജീവിതത്തിൽ എന്നേക്കുമായി ഉണ്ടാക്കാവുന്ന മാനസിക തകർച്ച ചെറുതായിരിക്കില്ല. എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ കൂടുതൽ നന്നായി നോക്കും. ചെറിയ കുട്ടിയല്ലേ, നിലവിലെ സാഹചര്യങ്ങളിൽ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും. അവൾ എല്ലാ കാലത്തും സന്തോഷമായിരിക്കട്ടെ എന്നായിരുന്നു ആ സംഭാഷണം. നോക്കൂ, എത്ര സുപ്രധാനമായൊരു തീരുമാനമാണിത്. വലിയ വേദനയോടെ അവരത് ചെയ്തു. തകർന്നിരുന്നില്ല, ആകാശം മുട്ടെ വളർന്നു. അപ്പോഴും നിലപാടുകളിൽ നിന്ന് ഒരു തരിമ്പും പുറകോട്ട് പോയില്ല. എല്ലാ സ്ത്രീകളും ഒന്ന് തിരിച്ചറിയുക: ഓരോ വ്യക്തിയുടെയും സ്വപ്നങ്ങൾ അവരവരുടേത് മാത്രമാണ്. അതിനൊപ്പം സഞ്ചരിക്കുക, അത് സാധ്യമാക്കുക. മറ്റൊരാൾക്ക് വേണ്ടി അത് ഉപേക്ഷിക്കരുത്. അഥവാ അതൊരിക്കൽ ചെയ്യേണ്ടി വന്നാൽ അതൊരു അബദ്ധമായി എന്ന് തിരിച്ചറിഞ്ഞാൽ തിരികെ മടങ്ങുക, സ്വന്തം ജീവിതത്തിലേക്കും സ്വപ്നങ്ങളിലേക്കും എന്നായിരുന്നു കുറിപ്പ്. 1998 ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായത്. വിവാഹശേഷം മഞ്ജു അഭിനയരംഗം വിട്ടു. ദിലീപ് താരമായി വളർന്നു. 2015 ഇരുവരും നിയമപരമായി വേർപിരിയുന്നത്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു സിനിമാ രംഗത്ത് സജീവമായി. 2016 ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ വിവാഹശേഷം കാവ്യയും അഭിനയ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ്. അതേസമയം അഭിനേത്രി, നർത്തകി, ഗായിക, നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം തന്റെ അസാധ്യ പ്രതിഭ തെളിയിച്ചിട്ടുള്ള താരമാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. എന്നാൽ മഞ്ജു വാര്യർ വളരെ മനോഹരമായി പെയിന്റിംഗ് ചെയ്യുന്ന ഒരു ചിത്രകാരി കൂടിയാണ് എന്ന കാര്യം അധികമാർക്കും അറിയാത്ത ഒന്നാണ്. മുൻപ് ഒരു വായനാ ദിനത്തോടനുബന്ധിച്ച് മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പെയിന്റിംഗ് ആണ് അവരിലെ ചിത്രകാരിയെ ആദ്യമായി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. അന്ന് ആ ചിത്രം കണ്ട് അത്ഭുതപ്പെട്ട നടി റിമ കല്ലിങ്കൽ, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ, അത്ഭുതകരമാം വിധം കഴിവുള്ള ലേഡി എന്നായിരുന്നു പ്രശംസിച്ചത്. എന്നാൽ ചക്ക വീണ മുയൽ ചത്തതാണ് എന്നാണ് കുസൃതിയോടെ ആയിരുന്നു മഞ്ജു അന്ന് റിമയ്ക്ക് മറുപടി നൽകിയത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.